വിഷയത്തിൽ അമേരിക്കയെ മറികടന്ന് മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ ഉന്നത സ്ഥാനം കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യ. അതിന്റെ പ്രധാന കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ നേതാക്കൾ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. മാത്രമല്ല, മോദിയുമായി സൗഹൃദം ആഴത്തിലാക്കാൻ വിവിധ രാജ്യങ്ങളിലെ നേതാക്കൾ ഇന്ത്യയിലേക്ക് വരികയാണ്. വിദേശ രാജ്യങ്ങൾ ഇന്ത്യയെ ആശ്രയിക്കുന്നത് വൻതോതിൽ വർദ്ധിച്ചു വരികയുമാണ് എന്ന യാഥാർത്ഥ്യവും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യയിൽ നടക്കുന്ന ആഗോള AI ഇമ്പാക്ട് സമ്മിറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമുള്ള കൗതുകകരമായ ഒരു ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. പൂർണ്ണമായും കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രമാണ് മാക്രോൺ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ചത്. സുഹൃത്തുക്കൾ ഒന്നിക്കുമ്പോൾ നവീകരണങ്ങൾ സംഭവിക്കുന്നു. AI ഇമ്പാക്ട് സമ്മിറ്റിനായി തയ്യാറെടുക്കുന്നുവെന്ന കുറിപ്പോടെയാണ് അദ്ദേഹം ചിത്രം പോസ്റ്റ് ചെയ്തത്. ചിത്രത്തിന് താഴെ അതെ, ഇത് AI ആണ് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ദൃഢമായ സൗഹൃദത്തെയും സാങ്കേതിക വിദ്യയിലുള്ള സഹകരണത്തെയുമാണ് ഈ ചിത്രം അടയാളപ്പെടുത്തുന്നത്. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ മാക്രോൺ മുംബൈയിലെത്തിയത്. വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം ബുധനാഴ്ച വൈകുന്നേരത്തോടെ ഡൽഹിയിലെത്തി. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. ഫ്രഞ്ച് പ്രസിഡന്റിന് പുറമെ ലോകമെമ്പാടുമുള്ള 20ഓളം രാഷ്ട്ര തലവന്മാർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. സന്ദർശനത്തിന്റെ ഭാഗമായി ഡേറ്റ എയർബസ് സംയുക്തമായി കർണാടകയിലെ വേമഗലിൽ നിർമ്മിക്കുന്ന H-125 ഹെലികോപ്റ്റർ അസംബ്ലി ലൈൻ ഇരു നേതാക്കളും ചേർന്ന് വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം പ്രത്യേക ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരത്തിൽ പോലും പറക്കാൻ ശേഷിയുള്ള ഹെലികോപ്റ്ററുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് ഈ പുതിയ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയെ AI രംഗത്തെ ഒരു പ്രധാന ശക്തിയായി മാറ്റാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾക്ക് ആഗോളതലത്തിൽ ലഭിക്കുന്ന പിന്തുണയുടെ തെളിവുകൾ കൂടിയാണ് മാക്രോണിന്റെ സന്ദർശനം. അതേസമയം നവംബർ 9 ഡൽഹി ചെങ്കോട്ടയിലുണ്ടായ ചാവേർ സ്ഫോടനത്തെയും ഏപ്രിൽ 22 പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ശക്തമായി അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ഭീകരവാദത്തിനെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തിന് ഫ്രാൻസിന്റെ പൂർണ്ണ പിന്തുണ അദ്ദേഹം ആവർത്തിച്ചു. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ, എല്ലാത്തരം ഭീകര പ്രവർത്തനങ്ങളെയും ഇരു നേതാക്കളും ഒരുപോലെ തള്ളിക്കളഞ്ഞു. UN സുരക്ഷാ കൗൺസിൽ പട്ടികപ്പെടുത്തിയവർക്കും അവരുടെ അനുബന്ധ സംഘടനകൾക്കുമെതിരായ പോരാട്ടത്തിൽ പരസ്പര സഹകരണം ഉറപ്പാക്കുമെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചു. ഭീകരവാദത്തിന് ലഭിക്കുന്ന ധനസഹായം തടയുന്നതിനും സുരക്ഷിത താവളങ്ങൾ ഇല്ലാതാക്കുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. 2026 മെയ് മാസത്തിൽ പാരീസിൽ നടക്കുന്ന നോ മണി ഫോർ ടെറർ ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ഫ്രാൻസ് സമ്മേളനം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡും ഫ്രാൻസിന്റെ GIGN-ഉം തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന ഭീകരവിരുദ്ധ സഹകരണത്തെയും രഹസ്യാന്വേഷണ പങ്കാളിയെയും ഇരു രാജ്യങ്ങളും സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.